നമ്മൾ ആറന്മുള ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ സമയമെടുത്ത് ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമിനൊപ്പം ഇപ്പോൾ നിൽക്കുന്നത് നാൽക്കാലിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇതിനുള്ളിലൂടെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ആറന്മുളയിലെ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയത്. വരുന്ന വഴിയിൽ ഇരുനില വീടുകൾ പോലും പൂർണ്ണമായും വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന കാഴ്ച ഏറ്റവും ഒരു ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായി തോന്നിയത് ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജാണ്. ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുക്കാൽ ഭാഗവും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ വരുന്ന വഴി കണ്ടു. ആ പ്രദേശത്തൊന്നും ഒരാൾക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നമ്മളിപ്പോൾ ബോട്ടിലൂടെ അവരുടെ ഡിങ്കി ബോട്ടിലൂടെ വന്ന് ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഈ കാണുന്ന ഗ്യാസ് കുറ്റി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. മറ്റു വഴി ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാം. പക്ഷേ അത് ഇവിടുന്ന് തൊട്ടപ്പുറത്തേക്ക് പോയി അവിടെ അവസാനിക്കും, അവിടുന്ന് ഇപ്പുറത്തേക്ക് പോയി ഇവിടെ അവസാനിക്കും എന്ന തരത്തിലാണ് ആ വഴികളുള്ളത്. ഇപ്പോൾ ഗ്യാസ് കുറ്റി, വെള്ളം അടക്കമുള്ളവ ഇവിടുത്തെ ഈ കാണുന്ന മാർത്തോമ ലോവർ പ്രൈമറി സ്കൂളിലാണ് ഒരു ദുരിതാശ്വാസ ക്യാമ്പുള്ളത്. ആ ക്യാമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു ഏറ്റവും കുറഞ്ഞതൊരു 50ഓളം വീടുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിൽ കിടക്കുന്ന കാഴ്ച. ഇവിടെ വെള്ളം ഒപ്പം നാട്ടുകാർ ഇടപെട്ട് ഇവിടെ വെള്ളവും മറ്റും കൊണ്ടുവരുന്നു. ഇപ്പോൾ ഏതാണ്ട് 3 മണി കഴിഞ്ഞു. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമിനൊപ്പമാണ് വന്നവർ. അവരിപ്പോൾ ഒരു സമയം ജസ്റ്റ് കിട്ടിയപ്പോൾ, ഇവിടെ സാധനങ്ങൾ ഇറക്കാൻ സമയം കിട്ടിയപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഇദ്ദേഹത്തെ വിളിച്ചിട്ടാണ് ആളുകൾ രക്ഷാപ്രവർത്തനത്തിനും മറ്റും വിളിച്ചത്. അദ്ദേഹത്തിനൊപ്പമാണ് നമ്മൾ വന്നത്. ഇത് മെഴുവേലി പഞ്ചായത്ത് പ്രസിഡന്റാണ്. നിങ്ങൾ സാധനങ്ങളും മറ്റും എത്തിക്കാൻ വന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്താണ് ആറന്മുള പഞ്ചായത്ത്. ഇവിടെ വളരെ ദുരൂഹമായ ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇവർക്ക് വേണ്ട ഭക്ഷ്യസാധനങ്ങളുമായും കുടിവെള്ളം അവർക്ക് കിട്ടാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു വാഹനം നിറയെ കുടിവെള്ളവുമായിട്ട് എല്ലാ ക്യാമ്പുകളും ഞങ്ങൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇതാണ് സ്കൂള്, മാർത്തോമ ലോവർ പ്രൈമറി LP സ്കൂള്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്തിക്കണമെങ്കിൽ പോലും നല്ല അത്യാവശ്യം വെള്ളമുണ്ട്. അതാണ് ഈ പ്രദേശത്തെ സാഹചര്യമുള്ളത്. നമ്മൾ ഇതിനകത്ത് നോക്കാം, അത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ മൊത്തം വെള്ളം എന്ന് പറഞ്ഞാൽ ചില വീടിൻ്റെ 2ാം നിലയിലും 3ാം നിലയിലും ടെറസിലുമൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്. ചില ആളുകൾ നമ്മളോട് പാരസെറ്റാമോൾ തരാമോ എന്ന് ചോദിച്ചു. ചില ആളുകൾ കുടിവെള്ളം, ഒരു 2 ഫാമിലി കുടിവെള്ളം ചോദിച്ചു. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വന്ന വഴിയിൽ തന്നെ ആയിരിക്കും നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ വണ്ടിക്കകത്തുനിന്ന് ഒരു കേസ് വെള്ളമെടുത്ത് ആ വെള്ളം ചോദിച്ച ആളുകൾക്ക് കൊടുക്കണം എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു. അദ്ദേഹം ഇവിടെ ഇറങ്ങുകയാണ്. വെള്ളം ചോദിച്ച ആളുകൾ ഒരു 2 ചേട്ടന്മാർ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് അവർ നാട്ടുകാരാണ്. അവർ ഒരു ചെറിയൊരു വാഴപ്പിണ്ടിയിൽ തുഴഞ്ഞ് പോകുന്ന ഒരു കാഴ്ചയും മറ്റും കണ്ടു. ഇനി ഇപ്പം നമ്മളൊരാളെ രക്ഷാപ്രവർത്തനം നടത്തി ആംബുലൻസിൽ കയറ്റി വിട്ടു. ഇനി ആ തരത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ നമുക്ക് തുരുത്തിമല എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് അവിടുന്ന് വാർഡ് മെമ്പർ വിളിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു വനിതയ്ക്ക് വയ്യെന്ന് പറഞ്ഞിട്ട് അവർക്ക് മെഡിക്കൽ കോളേജിന് എമർജൻസി ആയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവർ കഴിച്ചു കഴിഞ്ഞ ഉടനെ ഇപ്പോൾ അവർ അടുത്ത റെസ്ക്യൂവിന് വേണ്ടി പോവുകയാണ്. ഈ വരുന്ന വഴിയിൽ ആളുകൾ ഇപ്പം നമ്മൾ ഒരുമിച്ച് വന്നപ്പോൾ കണ്ടാണ്, വെള്ളം ചോദിച്ചു, ടാബ്ലറ്റ് ചോദിച്ചു. ഇവർക്കൊക്കെ ഇപ്പം ഇങ്ങനെ ചോദിക്കുമ്പോൾ കൊടുക്കുന്നതല്ലാതെ മറ്റു തരത്തിൽ എത്തിക്കാനുള്ള മാർഗങ്ങളൊന്നും ഇല്ലേ? നമ്മൾ വില്ലേജ് തഹസീൽദാർ എല്ലാം ഇടപെട്ട് ക്യാമ്പിലേക്കുള്ള സാധനങ്ങളും കാര്യങ്ങളും എത്തുന്നുണ്ട്. ഇതിനകത്ത് ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്. നമ്മൾ പല വീട്ടിലും ആളുകളെ കണ്ടു, അവർ ക്യാമ്പിലേക്ക് വരാൻ തയ്യാറാകാതെ വീട്ടിൽ ഈ 2ാമത്തെ നിലയിൽ വെള്ളം കയറില്ല എന്നൊരു വിശ്വാസത്തിലാണ് അവരവിടെ നിൽക്കുന്നത്. ഇന്നലെ പകലും ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയിൽ അവർക്ക് വെള്ളം കയറുന്നു പറഞ്ഞപ്പോൾ പിന്നെ രാത്രിയിൽ ഒത്തിരി ഫോൺ കോളുകൾ വന്നു. നമ്മൾ ഒത്തിരി പേരെ മാറ്റിയിട്ടുണ്ട് ആ സമയം കൊണ്ട്. അതാണ് റോഷിനി, അതായത് ആറന്മുളക്കാർക്ക് വെള്ളം അവരിതിനു മുമ്പും അങ്ങനെ കണ്ട് വലിയ പേടിയില്ല. അതുകൊണ്ട് അവരവിടെ നിൽക്കുകയാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മളോട് ഒരു കുപ്പി വെള്ളം തരാമോ എന്നൊരു ചേച്ചിയും ഒരു മോളും 2ാം നിലയിൽ നിന്ന് ചോദിച്ചു. നമ്മുടെ ഈ ഡിങ്കി ബോട്ടിൽ വെള്ളമില്ലായിരുന്നു. പക്ഷേ ഒരു കുപ്പിക്കകത്തോട്ട് നമ്മൾ നോക്കി, ഒട്ടും വെള്ളമില്ല. അപ്പോൾ അവരോട് തിരിച്ചു വരുമ്പം തരാമെന്ന് പറഞ്ഞു. അത് അവരുടെ ഒരു അവസ്ഥയാണ്. ഒരു വലിയൊരു വീട്ടിലെ ഒരാൾ ഒരു കുപ്പി വെള്ളം തരാമോ എന്ന് മുകളിൽ നിന്ന് വിളിച്ച് ചോദിക്കുക. ഒരാൾ വിളിച്ചിട്ട് പാരസെറ്റമോൾ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ, അതൊന്ന് തരാമോ. അപ്പോൾ നമ്മളത് ക്യാമ്പിൽ നിന്ന് കളക്ട് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ കൊടുക്കേണ്ട തരത്തിൽ ഒരു പക്ഷേ അത്ര വ്യാപ്തി ആറന്മുളയുടെ
ദുരന്തത്തിനുണ്ട് എന്ന് പുറംലോകം അറിഞ്ഞോ? അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്, അത്ര ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ പോലും മനസ്സിലാക്കിയില്ല. ഇപ്പോൾ ഒരു മണിക്കൂർ അവർക്കൊപ്പം നിന്നപ്പോൾ ആണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരു 2 ദിവസം ഈ കാണുന്ന തരത്തിൽ വെള്ളം നിൽക്കുമെന്നാണ് ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിനുശേഷം ആ 2 ദിവസം ദുരിതമായിരിക്കും. അതിനുശേഷം ഈ മൊത്തം മുങ്ങിക്കിടക്കുന്ന വീടുകളുണ്ട്, ആ വീടൊക്കെ എങ്ങനെ ഒന്ന് പഴയ രീതിയിലേക്ക് ആക്കും? ആ വീട്ടിൽ കിടക്കുന്ന ഒരു സാധനവും ഒരു 3 ദിവസം വെള്ളത്തിൽ കിടന്നുള്ള അവസ്ഥ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സാധനങ്ങളുടെയൊക്കെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ വീട് തന്നെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടാവുമോ എന്നിനി വെള്ളം ഇറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാകൂ.